എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഞാൻ എങ്ങനെ വീട്ടിലിരുന്ന് ജ്വല്ലറിയുടെ ബിസിനസ് തുടങ്ങി, ഫാൻസി ജ്വല്ലറി ബിസിനസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് സക്സസ് ആയത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ്. ഒരുപാട് പേർക്ക് വീട്ടിൽ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടുന്ന് ജ്വല്ലറി എടുക്കും, അതുപോലെ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യും, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ, അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, സെയിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടോളൂ. അതുപോലെ തന്നെ ജ്വല്ലറി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ഒരു വീഡിയോ കാണാം. കാരണം എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ആദ്യമൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒരുപാട് പേർക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത് ഇതുപോലെ ജ്വല്ലറിയുടെ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസാണ്. ഇപ്പം നമ്മൾ റീറ്റെയിലായിട്ട് അങ്ങനെ ചെയ്യണില്ല കേട്ടോ, ഹോൾസെയിലായിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തോരം എക്സ്പെൻസ് വേണം, എന്തോരം ഫണ്ട് വേണം എന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ. അപ്പം നമ്മൾ ഈ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വെറും 1000 രൂപയ്ക്കാണ്. 1000 രൂപയ്ക്ക് ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ അന്വേഷിക്കണം നമുക്ക് വേണ്ടുന്ന ജ്വല്ലറിയുടെ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഒത്തിരി, ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ജ്വല്ലറീസൊക്കെ എവിടെ നിന്നാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുക എന്നുള്ളത്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് മുംബൈയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മുംബൈയിൽ, അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ, അതുപോലെ ചെന്നൈയിലൊക്കെ ഈ ഒരു ജ്വല്ലറിയുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് കിട്ടുമെന്ന് നമ്മൾ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, എല്ലാം ട്രെൻഡിങ് ഐറ്റംസാണ്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. അതായത് ഏത് തരം മാലയ്ക്കാണ് അല്ലെങ്കിൽ ഏത് തരം ജ്വല്ലറിക്കാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാമെന്നല്ല നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നമ്മുടെ സെയിം ബിസിനസ്, അതായത് ജ്വല്ലറി ഫാൻസി ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഓൺലൈനിൽ. അപ്പോൾ എന്ത് ചെയ്യും, അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക കേട്ടോ. അവരെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതാണ് കൂടുതൽ അവർ ചെയ്യണത്, ഏത് ചൂസ് ചെയ്യുന്നത്, ഏതാണ് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം മാർക്കറ്റ് സ്റ്റഡി ചെയ്യാം. എന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഏത് തരത്തിലുള്ള ജ്വല്ലറിയാണ് കൂടുതലായിട്ട് പോകുന്നത്, നമുക്ക് ഏത് തരത്തിലുള്ള ജ്വല്ലറിയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ജ്വല്ലറി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, ഏത് തരത്തിലുള്ള ജ്വല്ലറിക്കാണ് കൂടുതൽ ഡിമാൻഡ്, കൂടുതൽ മൂവ്മെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വിടുക. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ പർച്ചേസിംഗ് ആണ്. അപ്പോൾ പർച്ചേസിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കടകളുണ്ട് ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ 30,000 രൂപ 20,000 രൂപയൊക്കെ മിനിമം പർച്ചേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹോൾസെയിലറെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം, നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലാണെങ്കിലും പ്രശ്നമില്ലായിരുന്നു, നമ്മളും ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്തു, അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം മുംബൈയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അഫോർഡബിൾ ആയിട്ട് ഭൂലേശ്വർ മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ ജ്വല്ലറി കിട്ടുമായിരുന്നു. പക്ഷെ നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു ചെറിയ എമൗണ്ടിലൊന്നും സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ മുംബൈയിലോ ഡൽഹിയിലോ ചെന്നൈയിലോ പോയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചെന്നൈയിലാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല, മുംബൈയിലൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്, ഹോട്ടൽസൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി ചെറിയൊരു എമൗണ്ടിനല്ലേ നമ്മൾ എടുക്കൂ. നമ്മൾ എടുക്കുമ്പോഴും ഒരേ സാധനം തന്നെ 3 സെറ്റ് അങ്ങനെ എടുക്കണ്ട, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് എടുത്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് ഏതാണ് കൂടുതൽ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് ആദ്യം ചെറിയൊരു എമൗണ്ടിന് എടുക്കാൻ പറ്റുന്നത് ബ്രോഡ്വേയിലാണ്.
അപ്പോൾ ആ ബ്രോഡ്വേന്ന് നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ജ്വല്ലറിക്കൊക്കെ നമുക്ക് 50% അല്ലെങ്കിൽ 100% വരെയൊക്കെ മാർജിൻ ഇടാം, അതായത് ഡബിൾ തന്നെ മാർജിൻ ഇടാൻ പറ്റും നല്ല ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് കിട്ടുവാണെങ്കിൽ. അപ്പോൾ ബ്രോഡ്വേയിൽ തന്നെ ചില ഷോപ്പിൽ 30,000 മിനിമം പർച്ചേസ് ഒക്കെ ഉണ്ട്. നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് മിനിമം പർച്ചേസ് ഒന്നും ഇല്ലാത്ത ഷോപ്പായിരുന്നു, പക്ഷേ റീറ്റെയിൽ ഇല്ല കേട്ടോ, ഹോൾസെയിൽ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹോൾസെയിലറെ കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക. അതും ബ്രോഡ്വേ എന്നൊക്കെ പോകുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കടകളുണ്ടാവാം. നമ്മൾ പോയത് ഓൺലൈനായിട്ടൊന്നും സപ്പോർട്ട് കിട്ടാത്ത കടയായിരുന്നു, ഡയറക്റ്റ് പോയി എടുക്കുകയായിരുന്നു. പക്ഷേ എല്ലാം നല്ല ഐറ്റംസ് ആയിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി സാധനമായിരുന്നു. എനിക്ക് കാണിച്ചു തന്നില്ല, ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ടിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. അതായത് നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താലാണല്ലോ നമുക്ക് ജ്വല്ലറിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റഗ്രാം ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, മാക്സിമം 3 ചെയ്യുക. അപ്പോൾ അത് കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് സെയിം ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു വൈറ്റ് ക്ലോത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ഒരു നെക്ക് വാങ്ങിക്കാൻ കിട്ടും. ജ്വല്ലറി നെക്കിന് ആമസോണിൽ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. 300 രൂപ 400 രൂപ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർക്ക് നമ്മുടെ നെക്കിലിട്ടിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ജ്വല്ലറി നെക്ക് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ജ്വല്ലറി ബിസിനസ്. അപ്പോൾ ഇതിലേക്ക് എല്ലാവരും കടക്കുന്നേ കാരണം നല്ല പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒത്തിരി ഡിമാൻഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഓണം സീസണിലൊക്കെ നല്ല രീതിയിലുള്ള ഡിമാൻഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഡ്രസ്സിൻ്റെയും ജ്വല്ലറിൻ്റെയും ഫുഡിൻ്റെയും ട്രെയിനിങ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് എടുക്കാത്ത ആൾക്കാർക്ക് പോലും നമ്മൾ ഡ്രസ്സ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്വല്ലറി നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല, കാരണം ജ്വല്ലറി ഹോൾസെയിലായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു മെനക്കെടുള്ള പണിയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക്, ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രം നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട്. അവരൊരു മോഡൽസൊക്കെ അയച്ചു തരുവാണെങ്കിൽ ആ ഒരു രീതിയിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ട്രെയിനിങ് എടുക്കുന്ന ഒട്ടും ട്രാവൽ ചെയ്യാനൊന്നും പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഒരു ജ്വല്ലറി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ വിജയിക്കാം, അതുപോലെ എങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യും, എവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം, അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അതായത് ഒത്തിരി പേര് ബിസിനസ്സൊക്കെ തുടങ്ങി, ഡ്രസ്സും ജ്വല്ലറിയൊക്കെ, പക്ഷേ ഒത്തിരി സെയിൽ കിട്ടുന്നില്ല. എങ്ങനെ കറക്റ്റായിട്ട് വീഡിയോസ് ഇടും, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സാധനം, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒത്തിരി പേരിലോട്ട് എത്തിക്കുക, അങ്ങനെ ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. നമ്മുടെ 1999 രൂപയാണ് ഈ ഒരു ട്രെയിനിങ് പാക്കേജ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു കോംബോ ഓഫർ കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരും, നെക്സ്റ്റ് ഡേ ആയിട്ട് അയച്ചു തരും. അതിനുശേഷം ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ലൈവായിട്ട് ഞാനും പാർട്ട്ണറും കൂടിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം, നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ നേരിട്ട് നമ്മളായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നമ്മൾ അതിനുശേഷവും വാട്സപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഓഫറായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഫ്രീ പ്രൊമോഷനാണ്. എക്സാമ്പിളായിട്ട് നിങ്ങൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേജും നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ആയിട്ടിടും. ഈ ഒരു ആൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി പ്രൊഡക്റ്റാണ് ഉണ്ടാവുന്നത്, താല്പര്യമുള്ളവരൊന്ന് കയറി വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പ്രൊമോഷണൽ വീഡിയോ കൂടി അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. നല്ല ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഒരുപാട് ആഗ്രഹമുണ്ട് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ വരാം, നമ്മൾ സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ജ്വല്ലറി ബിസിനസ്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജ്വല്ലറി നമ്മൾ ഓർഡർ കിട്ടിയാലും പാക്കിങ്ങിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരെ പെട്ടെന്ന് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ തുടങ്ങാനുള്ളവർ പെട്ടെന്ന് തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.